നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഹിതത്തിന് വേണ്ടി, പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി നമ്മെ ഓരോരോ സ്ഥാനങ്ങളിലാക്കുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപക്ഷെ ആ സമയത്ത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി ലഭിക്കുന്നതായൊരു കാര്യമാണ്. ചിലപ്പോൾ നാം വിചാരിക്കാറുണ്ട്, ഞാൻ അവിടെ ജോലി ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ താമസിച്ചത്, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് പോയത്, ഇതൊക്കെ വൃഥാവിലായി പോയല്ലോ, എൻ്റെ ഒരു വർഷം ഞാൻ വെറുതെ കളഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ശ്രമിച്ചത് ആവശ്യമില്ലാത്തതായിരുന്നല്ലോ എന്നൊക്കെ നാം വിചാരിക്കാറുണ്ട്. പക്ഷേ നാം അല്പം കൂടെ ഗഹനമായി ചിന്തിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഓർമ്മിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം തൻ്റെ പ്രത്യേകമായ ഹിതത്തിനു വേണ്ടി നമ്മെ ചില സ്ഥാനങ്ങളിലാക്കിയതാണ് എന്നുള്ളതായ വസ്തുത. അതുകൊണ്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതായത് ദൈവഹിതം നാം തിരിച്ചറിയണം. ആ ദൈവഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതമാണ്. അതിനുവേണ്ടിയാണ് നമ്മെ ദൈവം ചില സ്ഥാനങ്ങളിലാക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ വാക്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എന്നെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതിനിടയായിത്തീർന്നു. ഈ വാക്യം അനുസരിച്ചാണെങ്കിൽ ചെറുപ്പകാലം മുതൽ ഓരോരോ സ്ഥാനങ്ങളിൽ നമ്മെ ദൈവം കൊണ്ടുചെന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിച്ച LP സ്കൂളിൽ, ചെറിയ ക്ലാസ്സുകൾ ഞാൻ പഠിച്ചതായ ആ സ്കൂളിലേക്ക് എന്നെ എന്തിനാണ് ദൈവം അയച്ചത്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരെ ഉള്ളതായ ഒരു LP സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഈ 1.5 കിലോമീറ്റർ ദൂരം നടന്നു പോകണമായിരുന്നു. അങ്ങനെ ആ കാലത്ത് അധികം വാഹനങ്ങളൊന്നുമില്ല, സ്കൂൾ ബസ്സും ഒന്നുമില്ല, എല്ലാവരും നടന്നാണ് പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ സമീപത്തുകൂടെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ നടന്നു വരാറുണ്ട്. അവരുടെ കൂടെയാണ് സാധാരണയായി ഞങ്ങളെല്ലാം അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ആ സ്കൂളിലേക്ക് എന്നെ അയച്ചത്? ഈ വാക്യമനുസരിച്ചാണെങ്കിൽ ദൈവഹിതം അതിലൂടെ നിറവേറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് എന്തെങ്കിലും വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കി, എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പഠിച്ചതായ ആ സ്കൂളിൽ എന്നെ മലയാളം പഠിപ്പിച്ചിരുന്ന അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീധരൻ സാർ എന്നാണ്. ആ ശ്രീധരൻ സാറിന് എന്നോട് വലിയ കാര്യമായിരുന്നു. അദ്ദേഹം 4-ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുമ്പോൾ ഓരോ വാക്കുകളും വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ കുട്ടിയാണെങ്കിലും എന്നോട് അദ്ദേഹം അതിൻ്റെ അർത്ഥം ചോദിച്ചിട്ട് അതിൻ്റെ കൃത്യമായ അർത്ഥം അദ്ദേഹം പറയുകയുള്ളായിരുന്നു. കാരണം എൻ്റെ പിതാവ് ഒരു ഭാഷാധ്യാപകനായിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്നേഹം കാരണം കൂടി ആയിരിക്കണം അദ്ദേഹം എന്നോട് ആദ്യം ചോദിക്കുമായിരുന്നു. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, 4-ാം ക്ലാസ്സിൽ അന്ന് ആദ്യത്തെ പാഠമെന്ന് പറയുന്ന ഒരു പദ്യമാണ്. സത്വരം ലോക മനോഹരമായുള്ള ചിത്തിരമാസം അണഞ്ഞത് ഭംഗിയിൽ എന്നുള്ളതായൊരു പദ്യം. അപ്പോൾ അദ്ദേഹം പദ്യം പഠിപ്പിക്കുമ്പോൾ ആദ്യം സത്വരം എന്ന് വായിച്ചിട്ട് എന്നോട് ചോദിക്കും, എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പം ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അദ്ദേഹം ഒന്ന് ചിരിക്കും, പിന്നെ കൃത്യമായ അർത്ഥം പറയും. അങ്ങനെ ഓരോ പദങ്ങളുടെയും അർത്ഥം എന്നോട് ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭാഷയോട് ഒരു പ്രത്യേകമായ താല്പര്യമുണ്ടാകുന്നതിന് ആ പഠനം ഒരുപാട് ഉപകരിച്ചു എന്നുള്ളത് ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നു. അത് തന്നെയല്ല, ഞാൻ ആ സ്കൂളിൽ പഠിച്ച ആ വർഷമാണ് ഈ ശ്രീധരൻ സാറ് റിട്ടയർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ എനിക്കൊരു പ്രസംഗം വെച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പ്രസംഗിക്കുന്നത് അന്നാണ്. കാരണം ആ വർഷത്തെ സ്കൂൾ ലീഡർ ഞാനായിരുന്നു. അങ്ങനെ എനിക്കൊരു പ്രസംഗം ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. എൻ്റെ പിതാവാണ് എനിക്ക് പ്രസംഗം എഴുതി തന്നത്. ആ പ്രസംഗം പഠിച്ചിട്ട് ഞാൻ ജീവിതത്തിലാദ്യമായി അന്ന് ആ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ചത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. ആ പ്രസംഗം അന്ന് ആരംഭിച്ചതായ ആ ഒരു കാര്യം ജീവിതത്തിൻ്റെ ഇന്നു വരെ തുടർന്നു വരുന്നു എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇരുന്ന് വിചാരിക്കുകയായിരുന്നു.
പിന്നീട് പഠിച്ചതായ എല്ലാ സ്കൂളുകളിലും ആ പ്രസംഗ കല തുടർച്ചയായി അഭ്യസിക്കുന്നതിനും പലയിടങ്ങളിലും അത് പ്രയോഗിക്കുന്നതിനും അവസരം ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ തലങ്ങളിൽ നടത്തിയതായ മത്സരങ്ങളിൽ, ജില്ലാതലങ്ങളിൽ നടത്തിയ മത്സരങ്ങളിൽ, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള പ്രസംഗ മത്സരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ആ പ്രസംഗത്തിന് വേണ്ടി എന്നെ ഒരുക്കിക്കൊണ്ട് വന്നതായ ഒരു സ്ഥാപനം ഞാൻ പഠിച്ചതായ ആ LP സ്കൂളാണ് എന്നുള്ളത് ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിക്കുകയാണ്. അതെൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുപാട് എന്നെ പ്രയോജനപ്പെടുത്തി. ഒരുപാട് സ്ഥലങ്ങളിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രസംഗിക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി എൻ്റെ ശബ്ദം ഉയർത്തുവാൻ എന്നെ ദൈവം ഉപയോഗിച്ചു, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളതായ ഒരടിത്തറ പാകിയത് ആ LP സ്കൂളിലായിരുന്നു. അതുകൊണ്ട് എന്നെ ദൈവം അവിടേക്ക് അയച്ചതിൻ്റെ ഒരു ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇത് മാത്രമല്ല, തുടർന്നുള്ളതായ പഠനത്തെ സംബന്ധിച്ചും ഞാനായിരുന്ന വിവിധ സ്ഥാനങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നതിനിടയായി തോന്നി, എന്തുകൊണ്ടാണ് ദൈവം എന്നെ ജീവിതത്തിൻ്റെ ഓരോ പ്രത്യേകമായ സമയങ്ങളിൽ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നത്? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം ഓരോരോ സ്ഥാനങ്ങളിലാക്കുകയായിരുന്നു. പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി, പ്രത്യേകമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നൽകുന്നതിന് വേണ്ടി, ചില അറിവുകൾ നൽകുന്നതിന്, ചില പരിചയങ്ങൾ നൽകുന്നതിന്, ചില പ്രിയമുള്ളവരെ കാണുന്നതിന്, ചില ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന്, ആത്മീയ ശുശ്രൂഷ രംഗത്തേക്ക് അത് പ്രയോജനപ്പെടുത്തുന്നതിന്, അങ്ങനെ ദൈവം പല പല സ്ഥാനങ്ങളിൽ എന്നെ കൊണ്ടുചെന്നാക്കുകയായിരുന്നു. അതെല്ലാം ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ അറിയാതെ തന്നെ ദൈവം എന്നെ കൊണ്ടുചെന്നാക്കുകയായിരുന്നു. ഇത് തിരിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളിലൂടെയും നമ്മെ നടത്തുന്നതിന് ദൈവഹിതമുണ്ട്. നമുക്ക് ആരോഗ്യം നൽകുന്നതിന് ദൈവഹിതമുണ്ട്. നമുക്കൊരുപക്ഷെ ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിലൂടെ, അനാരോഗ്യത്തിലൂടെ നമ്മെ കടത്തിവിടുന്നതിനും ദൈവഹിതമുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൈവവചനം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ സൗഖ്യത്തിന് ദൈവഹിതമുണ്ട്. നമുക്ക് ലഭിക്കുന്നതായ അസുഖങ്ങൾക്ക് ദൈവഹിതമുണ്ട്. സുഖത്തിനും ദുഃഖത്തിനും സന്തോഷത്തിനും സന്താപത്തിനും സമൃദ്ധിക്കും ദാരിദ്ര്യത്തിനും രോഗത്തിനും ആരോഗ്യത്തിനും എല്ലാം ദൈവഹിതങ്ങളുണ്ട്. ആ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് എന്നെ ദൈവം ഈ ഒരവസ്ഥയിലൂടെ കടത്തിവിടുന്നത്, എന്നെ രോഗത്തിലൂടെ കടത്തിവിടുന്നത്, ഇത്രമാത്രം ക്ഷീണം എനിക്ക് തരുന്നത്? ദൈവഹിതം എന്താണ് ഇതിലടങ്ങിയിട്ടുള്ളത്? എനിക്ക് എന്തുകൊണ്ടാണ് ദൈവം ഒരു സമൃദ്ധി നൽകിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് എനിക്ക് ധാരാളം പണം ദൈവം നൽകുന്നത്? എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് കടങ്ങൾ നൽകിത്തരുന്നത്? എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഇത്രമാത്രം പ്രയാസങ്ങൾ ജീവിതത്തിൽ നൽകിത്തരുന്നത്? ഇത്രമാത്രം കഷ്ടതകളും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നൽകിത്തന്നത്? ഇതെല്ലാം ദൈവഹിതത്തിന് അനുസരണമായിട്ടാണ്. ആ ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയാകേണ്ടതായിട്ടുണ്ട്. ഈ ദൈവഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണെന്ന് ദൈവവചനം പറയുന്നു. എന്തെങ്കിലും ന്യൂനതയുള്ള ദൈവഹിതമല്ല. ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ നമ്മെ കടത്തിവിടുമ്പോഴും ദൈവഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണ്. അത് തിരിച്ചറിയണമെങ്കിൽ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നാം കടന്നു പോകുന്നതായ സാഹചര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് ദൈവഹിതമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ദൈവഹിതം നിറവേറപ്പെടുന്നതിന് വേണ്ടി ദൈവം നമ്മെ കടത്തിവിടുന്നതായ സാഹചര്യങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവത്തോട് ദൈവകൃപയ്ക്കായിട്ട് യാചിക്കുവാനും നമുക്കിടയാകണം. അപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകിത്തരും. അങ്ങനെ ഇന്നത്തെ ദിവസം അനുഗ്രഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ അവിടുത്തെ ഹിതത്തിനനുസരണമായി അവിടുന്ന് ഞങ്ങളെ നടത്തുന്നു. ഓരോരോ സ്ഥാനങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ ആക്കുന്നു. ഓരോരോ സാഹചര്യങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളെ കടത്തിവിടുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അറിവില്ലാതെ അല്ല ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്.
എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അത് ഞങ്ങൾക്ക് സങ്കടകരമാകാം, ചിലപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായി തീരാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുത്തെ ഹിതത്തിനായി ഞങ്ങളെ ഒരുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് എല്ലാവരുടെയും മേൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം വെച്ച് അവിടുത്തെ ശക്തി അവരിലേക്ക് പകർന്ന് രോഗമുള്ളവർക്ക് സൗഖ്യവും ക്ഷീണിതർക്ക് ആശ്വാസവും ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ആശ്വാസവും സഹായവും അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.